കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിക്കിടെ ഉമാ തോമസ് MLA വീഴുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. വേദി നിർമ്മാണത്തിലെ ഗുരുതര വീഴ്ച ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ക്ഷണിച്ചു വരുത്തിയ അപകടമാണെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചു. കലൂരിലെ അപകടത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട പുതിയ മാനദണ്ഡം തയ്യാറാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അതേസമയം മൃദംഗ വിഷൻ MD നികോഷ് കുമാർ ഉടൻ പോലീസിൽ കീഴടങ്ങും. പോലീസ് മൊഴിയെടുക്കാൻ ഇരിക്കെ നടി ദിവ്യ ഉണ്ണി ഇന്നലെ രാത്രി അമേരിക്കയിലേക്ക് മടങ്ങുകയും ചെയ്തിരിക്കുന്നു. ആവശ്യമെങ്കിൽ ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യുമെന്ന് കൊച്ചി സിറ്റി കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. അതേസമയം ഉമാ തോമസ് MLAയുടെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെടുകയാണ്. അമ്മ സുഖം പ്രാപിക്കുന്നുവെന്നും പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദിയെന്നും ഉമാ തോമസിന്റെ മകൻ വിഷ്ണു പ്രതികരിച്ചു. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം നമ്മൾ സെക്കൻഡ് കേസ് എടുത്തിട്ടുണ്ട്. ഒരു 406, 420 സെക്ഷൻസിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് വെച്ചിട്ട് മറ്റ് നമ്മൾക്ക് ഇപ്പോൾ PWD ഓഫീസേഴ്സിൽ നിന്ന് ഒരു റിപ്പോർട്ട് കിട്ടിയത് സ്റ്റേജ് അത്ര സയൻറ്റിഫിക് ആയിട്ടുള്ള പദ്ധതിയിൽ അല്ല നിർമ്മിച്ചത് എന്ന വിഷയങ്ങളാണ്. ബാക്കി അന്വേഷണം നമ്മൾ തുടരുന്നുണ്ട്. പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചീറ്റിംഗ് ആണോ അല്ലോ എന്നത് പറയാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടി അന്വേഷിക്കാൻ ആവശ്യമുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റേജിൻ്റെ കൺസ്ട്രക്ഷനും മറ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് അവരുടെ റോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിച്ച് സംസാരിക്കും. തന്നെത്താനെ എടുക്കുന്ന റെസ്പിറേഷനിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാണ് എടുക്കുന്നത്. ഇന്നും ഒരു 60 to 70% മാഡം തന്നെത്താനെയാണ് റെസ്പിറേഷൻ എടുക്കുന്നത്. നമ്മളൊരു പ്രഷർ സപ്പോർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊരു നല്ല ലക്ഷണമാണ്. ബാക്കി പാരാമീറ്റേഴ്സ് എല്ലാം കൺട്രോളായി തന്നെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ വിത്തിൻ 1 or 2 days, നമുക്ക് എന്നാണെന്ന് പറയാൻ പറ്റില്ല, അതൊരു ഫുൾ എഫേർട്ട് എടുക്കുന്നത് വരെ വെന്റിലേഷൻ കണ്ടിന്യൂ ചെയ്യും. വെന്റിലേഷൻ ഉണ്ടായാലും അത് കഴിഞ്ഞാൽ CPAP, പിന്നെ അങ്ങനെ കുറച്ചൊരു എക്സ്റ്റെൻഡഡ് പ്രോസസ്സാണ് അത്. അതിനകത്തോട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. വന്നതി വെച്ച് അമ്മേൻ്റെ അവസ്ഥ വളരെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഒക്കെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരുടെ അടുത്തും നന്ദി പറയുന്നു. സൈഫിനിസ് അലിയാറിന്റെ വിവരങ്ങളുമായി. സൈഫിനിസ്, അപ്പോൾ ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരം എന്നതിൽ നിന്ന് ഗുരുതരം എന്നതിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതോടൊപ്പം ആ വീഴുന്ന ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. അത് എത്രത്തോളം അനാസ്ഥയുണ്ടായി എന്നുള്ള കാര്യം ഞെട്ടിക്കുന്നതാണ്. ഇപ്പോൾ ഇന്നലെ ഈ പരിപാടിയുടെ സംഘാടകരുടെ വാർത്താ സമ്മേളനത്തിൽ എല്ലാ ചട്ടങ്ങളും പാലിച്ചാണ് എന്നുള്ള പ്രതികരണമൊക്കെയാണ് വരുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്നതിൻ്റെ തെളിവുകളും പുറത്തു വരികയാണല്ലോ. ഇപ്പോൾ പുട്ട വിമലാദിത്യയുടെ പ്രതികരണം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവരുടെ ഈ സാമ്പത്തിക ഇടപാട് നടത്തിയ ബാങ്ക് അക്കൗണ്ടുകൾ ഇതിനകം മരവിപ്പിച്ചു കഴിഞ്ഞില്ലേ? അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ശേഷമാണോ ഇപ്പോൾ ദിവ്യ ഉണ്ണി മടങ്ങിയിരിക്കുന്നത്? സ്മൃതി, ആദ്യം ഉമാ തോമസിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച് പറയാം. ഉമാ തോമസിന്റെ ആരോഗ്യനില ഇപ്പോൾ കുറെ കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. എങ്കിലും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനുള്ള സമയം ആയിട്ടില്ല. 2 ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ടി വരും. അതിനുശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാകൂ എന്നാണ് റെനെ മെഡിസിറ്റിയിലെയും ഒപ്പം തന്നെ സർക്കാർ നിയോഗിച്ച ഡോക്ടർമാരും പറയുന്നത്. ഈ ശ്വാസകോശത്തിലെ 70% തനിയാണ് ഇപ്പോൾ ശ്വാസം വലിക്കുന്നത് MLA. പക്ഷേ കൂടുതൽ ഇനി പൂർണ്ണമായും 100% എത്തിയാൽ മാത്രമേ അത് വെന്റിലേറ്റർ റിമൂവ് ചെയ്യുന്നതിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ വേദന ഇല്ല എന്ന് പറയുന്നുണ്ട്. എങ്കിലും അന്നുണ്ടായ അപകടത്തെപ്പറ്റി ഇപ്പോഴും ഓർമ്മയില്ല. ആ ഷോക്ക് ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ ഉമാ തോമസിന്റെ ആരോഗ്യനില ഇപ്പോൾ നമുക്ക് ഒരു ആശ്വാസകരമായ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് കണ്ട നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഉമാ തോമസ് MLAക്ക് അപകടം ഉണ്ടായതിന്റെ മൊബൈൽ ദൃശ്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നടന്നു പോകുന്ന ഉമാ തോമസ് MLA വളരെ കഷ്ടപ്പെട്ടാണ് ചെരിഞ്ഞ് നടന്നു പോകുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അതായത് 2.5 മീറ്ററാണ് ആ സ്റ്റേജിന്റെ മൊത്തം വീതി. ആ വീതിയുള്ള 2 മീറ്റർ വീതിയുള്ള സ്റ്റേജിലാണ് 2 നിരയായി കസേരയിട്ടിരുന്നത്. അതിന് മുൻപിലൂടെയാണ് ഉമാ തോമസ് MLA നടന്നു പോകാൻ ശ്രമിക്കുന്നത്. തൊട്ട് മുമ്പിൽ ഒരു സംഘാടകയുണ്ടായിരുന്നു. ഇവർ അവിടേക്ക് കടന്നു പോവുകയും ചെയ്യുന്നു. വലത് കാലിലോ ഈ സംഘാടകയുടെ കാലിലോ അല്ലെങ്കിൽ കസേരയുടെ കാലിലോ തട്ടിയ ശേഷമാണ് ഉമാ തോമസ് MLA നിയന്ത്രണം തെറ്റി താഴേക്ക് വീഴുന്നത്. ഈ MLA നടന്നു പോയ ഈ ഭാഗത്തിന്റെ വീതി എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ മാത്രമാണ്. അതിനാൽ അത് 13 അടിക്ക് മുകളിൽ കെട്ടിപ്പൊക്കിയ ഒരു സ്റ്റേജിന്റെ വീതി, നടന്നു പോകാനുള്ള സ്ഥലം
സ്ഥലം VVIPകൾക്ക് നടന്നു പോകാനുള്ള സ്ഥലം എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ മാത്രമാണ്. ഇതാണ് ഈ അപകടത്തിന്റെ ആക്കം കൂട്ടുകയും ചെയ്തത്. ഇത് കൃത്യമായ ഒരു പരിശോധന അതിനു മുമ്പ് പോലീസിന്റെ ഭാഗത്തുനിന്നോ ഈ GCDയുടെ ഭാഗത്തുനിന്നോ കൊച്ചി കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നോ നടക്കാത്തത് കൊണ്ടുള്ള വീഴ്ചയാണ്. സംഘാടകരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതര പിഴവും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥലത്തിൽ നടത്തേണ്ട കൃത്യമായ പരിശോധനകൾ ഇല്ലാതിരുന്നതുമാണ് ഇതിന്റെ വീഴ്ച. മറ്റൊരു കാര്യം, ഇതിന്റെ സാമ്പത്തിക തട്ടിപ്പിൽ ഇപ്പോൾ ഈ പ്രതികളുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതികൾ അല്പസമയത്തിനകം തന്നെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും. ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഇതുവരെ നോട്ടീസ് നൽകിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പുട്ട വിമലാദിത്യ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് അടുത്ത ദിവസം തന്നെ ദിവ്യ ഉണ്ണിയെ മൊഴിയെടുക്കും. അത് ചിലപ്പോൾ ഫോണിലൂടെ ആകാനാണ് സാധ്യത. സ്മൃതി. ശരി, സൈഫുന്നിസ അലിയാറാണ് വിവരങ്ങൾ നൽകിയത്.